പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാമച്ചായനോട് ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നല്ലോ, അലീന വിചാരിച്ചാൽ അവർക്കൊരു പണി കൊടുക്കാൻ പറ്റില്ലേ, ആ തള്ള ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഗ്രേസമ്മ പറയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ അവളുടെ കൂടപ്പിറപ്പും ഒക്കെയാണെന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് അവളൊന്നും ചെയ്യാതിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ തകർന്നു പോവും, അയാളൊരു പാവം മനുഷ്യനാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അവളുടെ ആങ്ങളെയും കസിനും കൂടിയാണ് അവളെങ്ങനെ മാനം കെടുത്താൻ ശ്രമിച്ചത് എന്നൊക്കെ ഇങ്ങ് പറയുകയാണ് കേട്ടോ ഗ്രേസമ്മ. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ അലീന ഇങ്ങനെ കുത്തേറ്റ് കിടന്നത് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവളെങ്ങനെ മാനം കെടുത്താൻ ശ്രമിച്ച് അതാണ് അതിൻ്റെ പിന്നിലുള്ളത്, ഞാൻ മാമച്ചേനോട് പറഞ്ഞില്ല എന്നുള്ളൂ എന്ന് പറയുമ്പോൾ, അങ്ങനെ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ടായിരുന്നു, നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറഞ്ഞതാണ്, നമ്മൾ അലീനനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവളോട് അലീന പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറയൂ കേട്ടോ. എന്തായാലും എന്നിട്ട് പോലീസിൽ കേസൊന്നും കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാമച്ചായൻ. അപ്പോൾ പോലീസ് കേസൊന്നും വേണ്ട, സ്വന്തം അമ്മയും കുടുംബമൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അവളെല്ലാം ഇങ്ങനെ ഉള്ളിലൊതുക്കി നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. പാലീനെ സമ്മതിക്കണം എന്നും ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു, അവളായിട്ടാണ് ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു, അവളോട് അവിടുത്തെ ജോലി മതിയാക്കി ഇങ്ങോട്ട് പോരാൻ പറയും, റോഡ് പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നേനെ എന്ന് പറയും കേട്ടോ. പിന്നീട് ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും കല്യാണം കഴിക്കാതെ നിൽക്കുന്ന പയ്യന്മാരുണ്ടെങ്കിൽ അലീനനെ കെട്ടിച്ചു കൊടുക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീന മുകളിൽ നിന്ന് തുണികളൊക്കെ എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രോഹിത് മുകളിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ അലീന താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക എന്ന് പറയും. എന്നിട്ട് നീ എല്ലാം അമ്മേനോട് പറഞ്ഞു കൊടുത്തല്ലേ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ എന്ന് അലീന ചോദിക്കും കേട്ടോ. നീ നന്നാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രോഹിത് പറയും, നീ അമ്മേനോട് പറഞ്ഞു കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോടൊരു സോറിയെങ്കിലും പറയുമായിരുന്നല്ലോ, അതും നീ പറഞ്ഞിട്ടില്ല, അപ്പോൾ നീ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറയും. അപ്പോൾ നീ ആരടി എന്നെ നന്നാക്കാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷെ നിനക്കാണ് അത് അറിയാത്തത്, അപ്പോൾ അത് അറിയാതിരിക്കുന്നത് തന്നെയാണ് നിൻ്റെ ഗതികേടും എന്നിങ്ങനെ അലീന ഇങ്ങനെ രോഹിത്തിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളേറെ ഞാൻ നിന്നെ ഇങ്ങനെ കരയിപ്പിക്കും, ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മ കരഞ്ഞതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നീ ആരടി എന്നെക്കുറിച്ച് ഓർത്ത് കരയാൻ എന്നൊക്കെ ചോദിക്കും കേട്ടോ. രോഹിത്താണെങ്കിലും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അലീന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതിങ്ങനെ നീ അറിയാതിരിക്കുന്നത് തന്നെയാണ് നിൻ്റെ ഗതികേട് എന്നിങ്ങനെ പറയും. അത് കഴിഞ്ഞ് പിന്നീട് പറയാണ്, നിനക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഞാനൊരു അവസരം തന്നു, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോൺ കോൾ വിളിച്ചാലും എനിക്കത് മതി പോലീസിനോട് എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട്, പക്ഷെ നിൻ്റെ ഭാവി എന്താവും എന്നോർത്ത് മാത്രമാണ് ഞാനത് പറയാതിരിക്കുന്നത്, അപ്പോൾ നീ നന്നായിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറയട്ടോ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് പോവേണ്ടവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന അവിടെ നിന്ന് അങ്ങ് പോവേ. അലീന അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ രോഹിത്താണെങ്കിലും ഇങ്ങനെ ദേഷ്യത്തിൽ അലീനയെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ രേവതിക്കുട്ടീനെയാണ് കാണിക്കുന്നത്. രേവതിക്കുട്ടി ഇങ്ങനെ പുനലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാമച്ചായം വന്നിട്ട് ഡോറിനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി ചെന്ന് ഡോറ് തുറക്കും. അപ്പോൾ അങ്കിൾ റെഡി ആയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആൻറ്റി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാണല്ലോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഏത് റൂട്ടിനാണ് പോകുന്നത്, നമ്മൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന് നോക്കിയിട്ടോ. നമ്മൾ നാഷണൽ ഹൈവേ കൂടെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ, അതല്ല ഞാൻ ചോദിച്ചത്, ഏത് റൂട്ട് പോണേന്നാണ് ചോദിച്ചു കയറിയിട്ട്. അപ്പോൾ എന്താ നിൻ്റെ പ്ലാൻ എന്നിങ്ങനെ മാമച്ചായൻ ചോദിക്കുന്ന സമയത്ത്, അല്ല നമ്മൾ കൊല്ലത്തൂടെ എങ്ങാനുമാണോ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊല്ലത്ത് കയറിയിട്ട് പോകാമായിരുന്നു ചിന്നുകുട്ടിയുടെ അടുത്ത് എന്ന് പറയും കേട്ടോ. എന്താ അവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാമച്ചായൻ. അപ്പോഴാണ് പറയുന്നത് ചിന്നുമോളുടെ അടുത്തും കൂടെ പോവായിരുന്നു എന്ന്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് പുനലൂർ പോയി തിരിച്ച് വരുന്ന സമയത്ത് കൊല്ലത്തേക്ക് പോകാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ 50 കിലോമീറ്റർ ഉണ്ടാവും എന്ന് പറയും. പിന്നീട് ഇവിടുന്ന് പുനലൂർക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ 100 കിലോമീറ്ററെങ്കിലൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ മാമച്ചായൻ പറയുമ്പോൾ, അത്രയും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. എന്തായാലും നമുക്ക് തിരിച്ച് വരുമ്പോൾ ഒരു 50 കിലോമീറ്റർ അല്ലേ കൊല്ലത്തേക്കുള്ളൂ, എന്നാൽ പിന്നെ നമുക്കതങ്ങ് പോട്ടെ എന്ന് വെക്കാമെന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലേ എന്നിങ്ങനെ മാമച്ചായൻ പറയുമ്പോൾ, അതല്ല നമുക്ക് തിരിച്ച് വരുന്ന വഴി അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ നീ ആൾ കൊള്ളാലോടി, നീ അങ്ങ് താഴേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് മാമച്ചായൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടിയാണെങ്കിലും ഒരുങ്ങി ഇറങ്ങി പോവാണ് കേട്ടോ. മാമച്ചായൻ അവിടെ നിന്ന് പോകുമ്പോൾ വീണ്ടും കണ്ണാടീൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചന്തൊക്കെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് കാറിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, മേക്കപ്പ് കൂടുതലായോ എന്ന്. ഒട്ടും കൂടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടിയും ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റേതോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നീ നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
ഗ്രേസമ്മയാണെങ്കിലും. എന്നിട്ട് ഗ്രേസമ്മ പറയാണ്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു നോട്ടക്കാരിയായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, നോട്ടക്കാരി എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ആളുകളെ നോക്കുന്നതാണോ അതോ നമ്മളെ ആളുകൾ നോക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ ഇതാണ്, അവർക്ക് ഇങ്ങനെ പറയുന്ന വാക്കിൻ്റെ പ്രയോഗം ഒന്നും മനസ്സിലാവില്ല എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കൂട്ടോ. അത് കഴിഞ്ഞ് ഗ്രേസമ്മയാണെങ്കിലും സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ലോങ് ജമ്പിലും ഹൈ ജമ്പിലൊക്കെ ഗ്രേസമ്മ ഫസ്റ്റ് വാങ്ങിച്ചിരുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. സ്കൂളിലൊക്കെ ഞാൻ സ്റ്റാർ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു ആൻറ്റീനെ തന്നെ കിട്ടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിക്കുട്ടിയും പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ജോസൂട്ടീനോട് വീടൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ജോസൂട്ടിക്ക് ഭയങ്കര പരിഭവമാണ് കേട്ടോ. ജോസൂട്ടീനെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്ന് ഡ്രൈവറായി വെച്ചിട്ട് ഇപ്പോൾ വണ്ടി കഴുകാനും ഇങ്ങനെ വണ്ടി തുടയ്ക്കാനൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. രേവതിക്കുട്ടി വന്നതിന് ശേഷം എവിടേക്കും കൊണ്ടുപോകുന്നില്ല എന്നൊക്കെയുള്ള പരാതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മാമച്ചായൻ വീടൊക്കെ നന്നായിട്ട് നോക്കിക്കോണം, ഞങ്ങൾ കുറച്ച് വരാൻ വൈകിയേക്കും, നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിലും ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പട്ടിക്ക് ഫുഡ് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറയും. ജോസുട്ടി ചേട്ടനുള്ള ഫുഡും കൂടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് മാറി പോവണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവേ. അപ്പോൾ എനിക്കറിയാവുന്ന ജോസുട്ടി ഇങ്ങനെ തിരിച്ച് രേവതിക്കുട്ടീനോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീടൊക്കെ നോക്കിക്കോണം, ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങ് ചിരിച്ചുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞ് കാറിലേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ ജോസുട്ടിക്കാണെങ്കിലും ചെറിയൊരു പരിഭവമുണ്ട്, ഞാൻ ഡ്രൈവിങ് മറന്നു പോകും എന്നെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ജോസൂട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചായും പറയും, നിനക്ക് ശമ്പളം തരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പരിഭവത്തിൽ നിൽക്കുകയാണ് അവർ പോകുന്ന സമയത്ത് ജോസൂട്ടി. പിന്നീട് അലീനയും ബാലചന്ദ്രനും ഭക്ഷണം കഴിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീന ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ ഒരു സ്നേഹത്തോടുകൂടി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ കഴിച്ചിട്ട് എണീക്കുന്ന സമയത്ത് തന്നെ അലീനയും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അലീനയും പ്ലേറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ ശേഷം ബാലേന്ദ്രനാണെങ്കിലും കൈയൊക്കെ കഴുകി അവിടെ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ റൂമിലൊരു കത്രിക ഇരിപ്പുണ്ടാവും, അത് എടുത്തുകൊണ്ട് വാന്ന് പറയും. അത് കേൾക്കുമ്പോൾ തന്നെ അലീനയ്ക്ക് ഇങ്ങനെ ഒരു പരിങ്ങലാണ് കേട്ടോ. അപ്പം ബാലേന്ദ്രൻ പറയും, നിന്ന് പരിങ്ങാതെ എടുത്തുകൊണ്ട് വാന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിലും ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ആകെ ഒരു സങ്കടത്തിലൊക്കെയാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അലീനയാണെങ്കിലും ബാലേന്ദ്രൻ്റെ റൂമിൽ ചെന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, പെൻ ഹോൾഡറിലാണ് കത്രിക എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അലീന റൂമിലേക്ക് ചെന്ന് ആ കത്രിക ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് സമയം നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തായാലും അതിങ്ങനെ കയ്യിലെടുത്തുകൊണ്ട് തിരിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ അത് കയ്യിലെടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് അന്ന് റൂമിലിങ്ങനെ അലീന ഇങ്ങനെ ഹരീനോടും രോഹിതിനോടും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കൊണ്ട് ബാലേന്ദ്രൻ്റെ ആ കത്രികയും കൊണ്ട് ബാലേന്ദ്രൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ അതിങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ കത്രിക എൻ്റെ റൂമിലായിരുന്നു ഇരുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് രോഹിത് എടുത്തുകൊണ്ട് പോയി, ഇപ്പോൾ ഇതെൻ്റെ കയ്യിലേക്ക് തിരിച്ചു വന്ന വഴി ഒരു ഭീകരമാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അലീനയ്ക്കാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ മനുവിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് എനിക്കറിയാം, പക്ഷേ നീ എന്നോട് ഞാനല്ലായിരുന്നോ, എന്നോട് ഇതുവരെ പറഞ്ഞില്ല, ഞാനല്ലായിരുന്നോ ആദ്യം കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എന്ന് പറയും. ഇന്നോ നാളെയോ പറയുമെന്ന് ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രതീക്ഷിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് തവണ സാറിനോട് പറയണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇത് ഞാനല്ലേ ആദ്യം അറിയേണ്ടിയിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രൻ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് പറയേണ്ടത്, സാറിൻ്റെ മകനെ കുറിച്ചല്ലേ ഞാനിങ്ങനെ പറയേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു ഗതികേടിന് നിൽക്കാം, എന്നെക്കൊണ്ട് പറ്റിയില്ല, സോറി സാർ എന്നിങ്ങനെ പറയാനായിട്ട് കരഞ്ഞുകൊണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്, ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടതെന്ന് പറയുമ്പോൾ, സാർ എന്നോട് ഒരിക്കലും സോറി പറയരുത്, സാറിന് എൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണ് ഞാൻ നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രന് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനയോട് ഇങ്ങനെ അടുത്തേക്ക് വരാൻ പറയുകയാണ്, ഇങ്ങ് അടുത്തേക്ക് വാ എന്ന് പറയും കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും അലീനനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് നിന്നോട് മാപ്പ് പറയാണ് എന്ന് പറയും. അപ്പോൾ അലീനയാണെങ്കിലും ആ ഒരു സങ്കടത്തിൽ ഭയങ്കരമായിട്ട് പൊട്ടി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും എന്താ പറയേണ്ടത് ഒന്നും അറിയുന്നില്ല കേട്ടോ. കരയല്ലിടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അലീനയാണെങ്കിലും ഒരു സങ്കടം മുഴുവനായിട്ട് അങ്ങ് കരഞ്ഞു തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും നല്ല സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ തലയിലേക്ക് തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീനനെ ഇങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ, ഒരു മകളെ പോലെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പിന്നെ അവിടുന്ന് മെല്ലെ റൂമിലേക്ക് പോവാണ് കേട്ടോ.
റൂമിൽ ചെന്നിട്ട് ബാലേന്ദ്രനാണെങ്കിലും ആ ബെഡിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അലീനയാണെങ്കിലും അങ്ങനെ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അലീന മുഖമൊക്കെ കഴുകാനായിട്ട് വാഷ് ബേസിൻ്റെ അങ്ങോട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്നിട്ട് മുഖമൊക്കെ കഴുകുകയാണ്. ബാലേന്ദ്രനാണെങ്കിലും ആകെ വിഷമിച്ചിങ്ങനെ ഇരുന്ന് പിന്നീട് കുറച്ച് സമയം അവിടെ ഇരുന്ന ശേഷം ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് വീണ്ടും അവിടെ നിന്ന് എണീറ്റ് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ബാലേന്ദ്രൻ ഡോറ് തുറന്ന് വരുന്ന കാണുമ്പോൾ തന്നെ എന്താ ബാല എന്ന് മുത്തശ്ശി ചോദിക്കും. അപ്പോൾ മുത്തശ്ശീനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഫോൺ എവിടെ, ഒരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ഫോണൊക്കെ മുത്തശ്ശി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ ഇതൊക്കെ പഠിച്ചോ എന്നിങ്ങനെ മുത്തശ്ശീനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശി ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു അലീന അങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു തരും, പക്ഷേ ഞാനത് അപ്പം തന്നെ മറന്നു പോവും. ഒരു ദിവസം മനു വിളിച്ച സമയത്ത് ഞാനൊന്ന് ഫോൺ കയ്യിലെടുത്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും പിന്നെ അതിലെന്തൊക്കെയോ യുദ്ധമൊക്കെയാണ് ഞാൻ കാണുന്നത് എന്ന് പറയട്ടോ. ടച്ച് ഫോൺ അങ്ങനെയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. ബാലേന്ദ്രനാണെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കോൾ റെക്കോർഡൊക്കെ എടുത്തിട്ട് അത് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചിടുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അയച്ചു കഴിഞ്ഞ ശേഷം ഫോൺ തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു ഞാനിതിലൊരു ക്ലീൻ ആപ്പ് ഇതാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിൽ വൈറസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയൂ കേട്ടോ. ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിലും വൈറസൊക്കെ കയറുമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മ കേട്ടിട്ടില്ലേ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറും, എന്തൊക്കെയോ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ഇതെല്ലാം പഠിച്ചെടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ പറയും കൃഷ്ണമോളെ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അലീനോട് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശീനോട് പറഞ്ഞിട്ട് പിന്നെ ഫോണൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ബാലേന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ്റെ റൂമിൽ വന്ന് കിടക്കുകയാണ്. എന്നിട്ടാണ് കേട്ടോ റെക്കോർഡ് ഓരോന്നായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം അലീന രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നല്ലോ എൻ്റെ അമ്മയും കൂടപ്പിറപ്പുകളും അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ക്ഷമിച്ചത്, എനിക്ക് മടുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതാണ് കേൾക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ ബാലേന്ദ്രന് എന്തൊക്കെയോ സംശയമാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രമോല് ഇതിൻ്റെ ബാക്കി രേവതിക്കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ കേൾക്കുകയാണ്. അങ്ങനെ വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്നുള്ള സത്യം ബാലചന്ദ്രൻ തിരിച്ചറിയാണ് കേട്ടോ. അതറിയുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ആകെ തകർന്നു പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് മാമച്ചായനും രേവതിക്കുട്ടിയും ഗ്രേസും എല്ലാവരും കൂടെ ഷെറിനെ കാണാൻ ചെന്നതാണ് കേട്ടോ. അപ്പോൾ ഷെറിനാണെങ്കിലും ആകെ മാനസിക നില തെറ്റിയ നിലയിലാണ് കേട്ടോ. കുഞ്ഞിനെ ചോദിച്ച് കറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേര് ഷെറിനെ പിടിച്ചുകൊണ്ടുവന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്